ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ ഇത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,196 റേഞ്ചിലാണ്. നമ്മൾ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 22,600ഉം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 22,000 ലെവലാണ്. അപ്പോൾ മാർക്കറ്റ് ഈ രണ്ട് ലെവൽസ് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. ഇത് നമുക്ക് ഓയിൽ ചേഞ്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സിയിലും പിയിലും ഓൾമോസ്റ്റ് സെയിം ഓയിൽ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് നാളത്തെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. നിഫ്റ്റിയുടെ അപ്പോൾ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലോയും തമ്മിൽ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ബ്രേക്ക് ഔട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് നാളത്തെ ട്രേഡ് എടുക്കാവുന്നതാണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്കവിടുന്ന് ബൈ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് താഴേക്ക് ഒരു സെല്ല് ട്രെൻഡ് കണ്ടെങ്കിൽ നമുക്ക് താഴെ സെല്ല് എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിലും ഒരു ഡൗൺ ട്രെൻഡിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ എപ്പോഴാണോ മാർക്കറ്റ് ടച്ച് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന കണ്ടാൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 ചാൻസസ് ആണ് നിഫ്റ്റിയിൽ നാളെ കാണുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 47,094 ലെവലാണ്. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 48,000 ആണ്. ഇനി പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 46,500 ആണ്. ഇനി ഓയിൽ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് പുട്ട് ഓപ്ഷനിലാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡ് ആയിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ പുട്ട് ഓപ്ഷനിൽ ഒരുപാട് പേര് സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നല്ലൊരു അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലോയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നാളെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാം. അതല്ല താഴെയാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഒന്ന് സെല്ലെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ റേഞ്ച് നാരോ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ട്രെൻഡ് ലൈൻ്റെ ഉള്ളിൽ ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യണം ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ ബാങ്ക് നിഫ്റ്റിയിൽ. ഇനി നമ്മൾ നാളത്തേക്ക് വേണ്ടി 2 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്സുകളുടെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അത് ജിയോഫിൻ ആണ്. അപ്പോൾ ജിയോഫിന് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ ആദ്യം മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെൽ എടുക്കാവുന്നതാണ് ജിയോഫിനിൽ. അപ്പോൾ ജിയോഫിൻ്റെ ലെവൽസ് ഇതാണ്. ഇനി അടുത്തത് പവർ ഗ്രിഡ് ആണ്. അപ്പോൾ പവർ ഗ്രിഡും ഇന്ന് നല്ലൊരു അപ്സൈഡ് മൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അതല്ല ഈ ഒരു താഴത്തെ ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരാണെങ്കിൽ സെൽ എടുക്കാവുന്നതാണ്. അപ്പോൾ പവർ ഗ്രിഡും ജിയോഫിനാണ് നമ്മൾ നാളത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ. അപ്പോൾ ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.